നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി വിഭാഗം +2 പാഠപുസ്തകത്തിൽ നിന്നും ബാബരി മസ്ജിദിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ വെട്ടി. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള 2019 സുപ്രീം കോടതി വിധിയും രാമജന്മഭൂമി പ്രസ്ഥാനവുമാണ് പകരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ പുതുക്കിയ പാഠപുസ്തകം വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും. 2024-25 അധ്യയന വർഷത്തേക്കുള്ള പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് വെട്ടലും കൂട്ടിച്ചേർക്കലും നടത്തിയിരിക്കുന്നത്. പുതുക്കിയ പാഠപുസ്തകത്തിന്റെ കരട് CBSEക്ക് കൈമാറി. 2006 മുതൽ 7 വരെ പുറത്തിറക്കിയ പൊളിറ്റിക്സിൽ ഇന്ത്യൻസ് ഇൻഡിപെൻഡൻസ് എന്ന പാഠഭാഗം 8ലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച 5 പ്രധാന രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നായിട്ടായിരുന്നു അയോധ്യ മൂവ്മെന്റിനെ പാഠഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. 1989 പരാജയത്തിന് ശേഷം കോൺഗ്രസിന് സംഭവിച്ച പതനം, 1990 മണ്ഡൽ കമ്മീഷൻ, 1991 മുതലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ, 1991 രാജീവ് ഗാന്ധി വധം എന്നിവയായിരുന്നു മറ്റ് 4 സംഭവങ്ങൾ. ഒറിജിനൽ പാഠഭാഗത്ത് 4 പേജുകളിലായി അയോധ്യ സംഭവത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതേസമയം രാമക്ഷേത്രവും രാമജന്മഭൂമി പ്രസ്ഥാനവും ഉൾപ്പെടുത്തി പുതിയ സംഭവ വികാസങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ് NCERT വിശദീകരണം. 7 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ ചരിത്രം, സോഷ്യോളജി പാഠപുസ്തകത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഉത്ഭവം, ആര്യന്മാരുടെ കുടിയേറ്റം, ബിർസ മുണ്ടുമായി ബന്ധപ്പെട്ട ചരിത്രം, നായന്മാരുടെ ചരിത്രം എന്നിവ പരാമർശിക്കുന്ന പാഠഭാഗങ്ങളിലാണ് വെട്ടിമാറ്റൽ.